2022 വിഇഒ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC ആൻഡ് ST വിഭാഗത്തിലേക്ക് നടന്ന ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻറീഡാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, റഷ്യൻ വിപ്ലവം ലെനിൻ, മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ, ഫ്രഞ്ച് വിപ്ലവം ആർതർ വെല്ലസ്ലി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തെ ജോഡിയും തെറ്റാണ്. ശരിയായിട്ടുള്ള ജോഡി ഫ്രഞ്ച് വിപ്ലവം ആർതർ വെല്ലസ്ലി ആണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ലോങ് വാക്ക് ടു ഫ്രീഡം ഹെൻറി ഡ്യൂനന്റ്, എ മെമ്മറി ഓഫ് സോൾഫെറിനോ അഡോൾഫ് ഹിറ്റ്ലർ, മെയിൻ കാംഫ് വിൻസ്റ്റൺ ചർച്ചിൽ, മൈ ഏർലി ലൈഫ് നെൽസൺ മണ്ടേല. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല, എ മെമ്മറി ഓഫ് സോൾ ഫെറിനോ ഹെൻറി ഡ്യൂനന്റ്, മെയിൻ കാംഫ് അഡോൾഫ് ഹിറ്റ്ലർ, മൈ ഏർലി ലൈഫ് വിൻസ്റ്റൺ ചർച്ചിൽ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സോ അതിനു മുകളിലോ ഉള്ള സീനിയർ സിറ്റിസന് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത് എന്ന പ്രസ്താവന തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക. ഇന്ത്യൻ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഓൾ ഇന്ത്യ കിസാൻ സഭ. ആൻസർ ഓപ്ഷൻ എ ആണ്. ആദ്യം വരുന്നത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ്. രണ്ടാമത് വരുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ആണ്. മൂന്നാമതായി വരുന്നത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആണ്. നാലാമതായി വരുന്നത് ഓൾ ഇന്ത്യ കിസാൻ സഭയാണ്. ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശബരി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ്. കവരത്തി. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഷിപ്കില ചുരം. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ്. ആസാം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? 2017 മുതൽ 2022 വരെ രാജീവ് കുമാർ ആയിരുന്നു. 2022 മുതൽ സ്ഥാനത്തിലേറിയ നീതി ആയോഗിന്റെ വൈസ് പ്രസിഡന്റ് ആണ് സുമൻ ബെറിയാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി പ്രസ്താവനകൾ നോക്കാം. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക അനുസരിച്ചാണ് നടപ്പിലാക്കിയത്. 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെട്ടിരുന്നു. 1978 ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ 20 ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പുതിയ സാമ്പത്തിക നയം 1991. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായി 1950. നബാർഡ് നിലവിൽ വന്നു 1982. നീതി ആയോഗ് 2015. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പാർലമെന്ററി ഭരണ സമ്പ്രദായവും നിയമവാഴ്ചയുമാണ്. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ലോക്സഭയും രാജ്യസഭയും ചേർന്ന്. പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അശോക് മേത്തയും ബൽവന്തറായ് മേത്തയും. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. നിയമത്തിനു മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം നൽകിയ വർഷം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2020 ജൂലൈ 29. കിഫ്ബിയുടെ പൂർണ്ണരൂപം കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. മൃതസഞ്ജീവനി മോഹൻലാൽ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1998 ഡിസംബർ. മുസിരീസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏത് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. എറണാകുളം, തൃശൂർ. മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്വാസകോശം. മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കോൺ കോശങ്ങൾ. ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. കുഷ്ഠരോഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കരൾ. മനുഷ്യനിൽ വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നിശാന്തത. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫെർമി. മഴവിൽ ഉണ്ടാകുന്നത് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അപവർത്തനം, ആന്തരപ്രതിപതനം, പ്രകീർണനം. 2021 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. EOS-03. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം? ആൻസർ ഓപ്ഷൻ ബി ആണ്. കുറയുന്നു. ഡാഷ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൾഫ്യൂരിക് ആസിഡ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹൈഡ്രജൻ. താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏവ? സാഹിത്യലോകം, സാഹിത്യ വിമർശനം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 എന്നിവ. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ഞാൻ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. NN പിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സുവർണ ചകോരം. മാരിയപ്പൻ തങ്കവേലു ഏത് മേഖലയിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. സ്പോർട്സ്. 2021 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് എമ്മ റഡുകാനു. താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബാർകോഡ് റീഡർ. ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന്. കേബിൾ TV ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് twitter.com. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വിവാഹമോചനം. കേരള സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ ബി ആണ് വിശ്വാസ് നേത്ത. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി. ആൻസർ ഓപ്ഷൻ സി ആണ് 60 വയസ്സ്. താഴെ പറയുന്നതിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 73ാം ഭരണഘടനാ ഭേദഗതി. അന്ത്യോദയ അന്ന യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭക്ഷ്യധാന്യം. കണക്ടിവിറ്റി ഇല്ലാത്ത ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് റോഡ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഒരു ഗ്രാമവികസന പരീക്ഷണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രീനികേതൻ പ്രോജക്റ്റ്. സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ആദ്യകാല ഗ്രാമവികസന പരീക്ഷണങ്ങളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നീലോകേരി പ്രോജക്റ്റ്. ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ് 1952. ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് രൂപം നൽകിയത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ദിര ആവാസ് യോജന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അവിദഗ്ധ തൊഴിലിനുള്ള വേതനത്തിന്റെ 2021 ഏപ്രിൽ 1 മുതലുള്ള കേരളത്തിലെ നിരക്ക്? ആൻസർ ഓപ്ഷൻ എ ആണ് 291 രൂപ. ഏത് മുഖ്യ പദ്ധതിയുടെ ഉപഘടകമാണ് മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജന? ആൻസർ ഓപ്ഷൻ ഡി ആണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഏത് പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് രൂപം നൽകിയത്? ആൻസർ ഓപ്ഷൻ എ ആണ് സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന. ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിന്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് നവകേരളം കർമ്മ പദ്ധതി. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ 3ാം പട്ടിക പ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അർഹരായവരെ കണ്ടെത്തുക. കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജില്ലാ ആസൂത്രണ സമിതി. ഗ്രാമപഞ്ചായത്തുകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചുമതല അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വസ്തുനികുതി പിരിക്കുക, പ്രോപ്പർട്ടി ടാക്സ്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ് കുറഞ്ഞപക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് ഇതിനു പുറമെ 100 ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്?
ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രൈബൽ പ്ലസ്. കേരള സർക്കാർ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന അഗതിരഹിത കേരളം പദ്ധതിയുടെ ആദ്യകാല പേര്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശ്രയ. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ പേര്. ആൻസർ ഓപ്ഷൻ സി ആണ്, അയൽക്കൂട്ടം. ഹരിത കേരളം മിഷന്റെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതാണ്? ജലസംരക്ഷണം ഹരിത കേരള മിഷന്റെ ഒരു ഉപദൗത്യമാണ്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് പച്ചത്തുരുത്ത്. ഹരിത കേരളം മിഷന് 3 ഉപദൗത്യങ്ങളാണുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്.